നമ്മൾ തുണി സാധാരണ ചുരിദാറിൻ്റെ മെറ്റീരിയൽ മാർക്ക് ചെയ്യണ വഴിയാണ് മാർക്ക് ചെയ്യേണ്ടത്. ഇതിന് നമ്മൾ കഴുത്ത് വെട്ടണില്ല അല്ലേ, കഴുത്ത് വെട്ടാതെ ആയിട്ടുള്ളൊരു മോഡലാണ് തയ്ക്കാൻ പോണത്. അപ്പോൾ ഷോൾഡറിൻ്റെ പകുതി ആദ്യം മാർക്ക് ചെയ്തു, ഡബിൾ മടക്കായ കാരണം കുറച്ച് കുറവ് മാർക്ക് ചെയ്താൽ മതി, ഒരു 1/2 ഇഞ്ച് കുറവ് എടുക്കാം. ഷോൾഡറിൻ്റെ പകുതി, കൈക്കുഴിയുടെ പകുതി, അവിടെ നിന്ന് ഒരു 1.5 ഇഞ്ചിൻ്റെ അവിടെ ചെസ്റ്റ് വണ്ണം വേണം. അത് ചെസ്റ്റ് വണ്ണത്തിൻ്റെ ഒറിജിനൽ അളവ് കറക്റ്റ് ആണോ? എത്രയാ അതിന് 4 ഭാഗം? എത്രയാ ഒറിജിനൽ അളവിൻ്റെ 4 ഭാഗമാണ് നമ്മൾ മാർക്ക് ചെയ്തത്. നെക്ക് വന്നിട്ട് ഒരു 3 ഇഞ്ചിൽ വെക്കണ്ടേ, അകലം വെക്കുന്നുണ്ട്. അകലം 3 ഇഞ്ചും. കോളറാണ് വെക്കുന്നത്. ഫ്രണ്ടും ബാക്കൊക്കെ നമ്മൾ കോളർ വെച്ചിട്ട് സിബ് വെക്കാനുള്ള ഐഡിയ ആണ് കേട്ടോ. ആവശ്യമുള്ള ഒരു 1/2 ഇഞ്ച് കളഞ്ഞു. ഫ്ലീറ്റ് ഒന്നും വെട്ടി കളയാണ്ട് നോക്കുക. അത് നമുക്ക് തയ്ക്കാനുള്ള ഭാഗം കണ്ടില്ലേ, ആ ഉള്ളിൽ നിന്ന് ഫ്രണ്ട് ഭാഗത്തിൻ്റെ കട്ടിങ് കഴിഞ്ഞു. ബാക്ക് തനിയാണ് നമ്മൾ കട്ട് ചെയ്യണത്. ബാക്കിൽ ഇപ്പോൾ വേറെ മാറ്റങ്ങളൊന്നുമില്ല. ബാക്കിൽ സിബ് വയ്ക്കുന്നത് മാത്രം അല്ലേ? ഒന്നും മാറ്റം വരുത്തണില്ല. സെയിം ഇവിടെ മാർക്ക് ചെയ്തു. ഇതിന് 2 ഇഞ്ച് കിട്ടും. ഇതിന് ഇത്തിരി കൂടുതൽ കിട്ടും. അത് അവിടെ കിട്ടണോട്ടെ. ആണോ? 2 ഇഞ്ച് കിട്ടും. യോജിപ്പിക്കുകയാണ്. ഷോൾഡർ യോജിപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ ഇനി കോളറൊക്കെ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. നല്ല വശം തിരിച്ചിട്ടു. അത് നല്ല വശം കൂടി കൂട്ടിയടിക്കുകയാണ്. അപ്പോൾ ഇത് ബാക്ക് വശം പൊട്ടാഷാണ്, ഇത് പൊട്ടാഷാണ്. എന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി വെട്ടെടുത്ത് വെച്ചിരുന്ന ഒരു അറ്റം ഉണ്ടാവുമല്ലോ, ഈ അറ്റത്തേക്ക് നമ്മൾ ഇത് ചേർത്ത് ഇങ്ങനെ വെക്കുക. ഇതാണ് നമ്മുടെ എഡ്ജ് വരുന്നത്. ഇവിടെ നിന്ന് നമ്മൾ ഈ 2 കൈയുടെയും ഒരേ ലെവലിലായിരിക്കണേ. അതായത് രണ്ടും ഒരേ ലെവലിൽ പിടിച്ചിട്ട് നമ്മളിങ്ങനെ അത് അടിക്കാൻ പോകും. ഇപ്പോൾ നമ്മൾ ഭംഗിയായിട്ടുള്ള പ്ലേറ്റുകളൊക്കെ ഇട്ട് കഴിഞ്ഞു. ബാക്കിൽ സിബ് വെച്ചിട്ടുണ്ട്. സിബിന് ഓപ്പണൊക്കെ ചെയ്ത കാരണം കഴുത്ത് ടൈറ്റ് ആയാലും കുഴപ്പമില്ല. കോളർ വയ്ക്കണ ഒരു ഫാഷൻ കോളറാണ് നമ്മളിതിനെ ഫിറ്റ് ചെയ്യാൻ പോണത്. അത് കാണിച്ചിട്ട് നമുക്കിനി കാണാം അല്ലേ. പിന്നീട് ഒരു ടർട്ടിൽ നെക്ക് കോളർ പോലത്തെ ഒരു കോളറാണ് വെക്കണം. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഷേപ്പിലേക്ക് നമ്മൾ വെട്ടിയെടുക്കണം. ഈ ഷേപ്പിലേക്ക് 2 പീസായിട്ട് നമ്മൾ താഴെ ഒരു പീസും മുകളിൽ ഒരു പീസും വെച്ചിട്ട് നമ്മൾ പിന്നെ ജോയിൻ്റ് അടിച്ചിട്ടാണ് ചെയ്യണത്. അതിൽ ക്യാൻവാസ് വെക്കണില്ല. ക്യാൻവാസ് വെക്കണില്ല. നമുക്ക് 2 പീസ് കിട്ടും. ഇവിടെ വേണ്ട, ജസ്റ്റ് തയ്ച്ചു വെച്ചിരിക്കുന്ന കോളർ നമ്മൾ തയ്ക്കാൻ പോകണം കേട്ടോ. അത് തയ്ച്ചു കഴിഞ്ഞിട്ട് കാണിക്കാം. ഒരു സിബ് വെച്ച എൻ്റെ അല്ലേ തയ്ക്കണത്. സിബ് വെച്ച ഈ എൻ്റെ ആണെന്ന് നമ്മൾ തയ്ക്കണം. അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ സൂചി ഒടിയാൻ സാധ്യതയുണ്ട് കേട്ടോ. അങ്ങനെ തയ്ച്ച് അറ്റം വരയ്ക്കാണ്ട് കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്നിട്ട് തയ്ച്ചു കഴിഞ്ഞിട്ട് ഇപ്പോൾ കാണിക്കാം എത്ര ഭംഗിയുള്ള കോളറാണെന്നുള്ളത് കാണിക്കാം. ഇവിടെ ഇച്ചിരി വ്യത്യാസം കുറവ് വരുമല്ലോ. അപ്പം എന്താ അത് കോളറൊക്കെ 2 സ്റ്റിച്ച് എല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന ഭാഗങ്ങളൊക്കെ 2 സ്റ്റിച്ചിൽ തയ്ക്കുന്നത്. അപ്പോൾ നമ്മളൊരു ഷേപ്പ് നമ്മൾ കോളറ് വീണ്ടും ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് ബലപ്പെടുത്തണം. കണ്ടില്ലേ ഭംഗിയായിട്ടുള്ള കോളർ. ആ കോളറൊന്ന് പിടിച്ചൊന്ന് കാണിച്ചാൽ വെരി ഗുഡ്, സൂപ്പർ. അതിൻ്റെ ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച ഇത്. ഞാൻ അതിന് കഴുത്ത് കൈ വേണമെങ്കിൽ പിടിപ്പിക്കാം, അല്ലെങ്കിൽ കയ്യിലകത്ത് മോഡലായി കഴിഞ്ഞു. അടിഭാഗമൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തേ. സൂപ്പർ, കണ്ടില്ലേ ഇങ്ങനെയാണ് നമ്മൾ തയ്ക്കേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് പാട്ടിട്ട് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല. നമുക്ക് അപ്പോൾ ഇത് വോയിസ് അടക്കം ഇടാം. നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഒന്ന് കണ്ടോട്ടെ അല്ലേ. ഓക്കെ, ഒന്ന് പറഞ്ഞേ.